ഗൈസ്, അപ്പോൾ നമ്മളിന്ന് മൂന്നാറിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് തന്നെ ട്രക്കിങ്ങിനാണ് പോകുന്നത്. എന്നിട്ടാണ് സ്ഥലമൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രക്കിങ്ങിന് പോവാം. ഗൈസ്, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അത് അങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഈ പാറയ്ക്കപ്പുറം വ്യൂ പോയിൻ്റ് ആണ്. നമ്മൾ അങ്ങോട്ട് പോയി ഇവിടെ താഴോട്ട് കൊക്കെയാണ്. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി ടൂറാണ് പോയത്. ഇവിടെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി, പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇപ്പോൾ തിരിച്ചു പോവാണ്. ഈ റിസോർട്ട് ഫുള്ള് ഒരു ഏലത്തോട്ടത്തിൻ്റെ നടുവിൽ കുറേ നടക്കമുണ്ട് കേട്ടോ. ഞാൻ ഈ ഓടിപ്പോകുന്ന വഴിയുടെ രണ്ട് സൈഡും ഏലമാണ്. ഇതൊക്കെ ഏലത്തിൻ്റെ ഇലയാണ് ഞാൻ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ള് ഏലമാണ്. ഇവിടെ ഏലത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഈ റിസോർട്ട്. അടിപൊളിയാണ്, കുറേ നടക്കമുണ്ട്. അതൊക്കെ നമ്മൾ റിസോർട്ടിലെത്തി ഫ്രഷ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ആ റിസോർട്ടാണിത്. ഇത് ഏലത്തോട്ടമാണ്, അത് മൊത്തം ഏലമാണ്. അപ്പം നമുക്ക് ഇവിടെ നല്ല രസമാണ്. നമുക്കിവിടെ മുകളിലോട്ട് പോവാം. ഇവിടെ ചെമ്പരത്തി കുറച്ച് കൂടുതലാണ്. ഈ പ്രദേശങ്ങളിൽ അധികമായിട്ട് തണുപ്പില്ല കേട്ടോ. ഇവിടത്തെ ഏലം നമുക്ക് പറിക്കാൻ പറ്റത്തില്ല. ഇവിടെ CCTV ഒക്കെ ഉണ്ട്. തണുപ്പെന്ന് പറയുന്ന സാധനമില്ല. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റിസോർട്ടെന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇന്നലെ മുഴുവൻ ഇവിടെ സ്റ്റേ ചെയ്തതാണ്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഒന്ന് ചുറ്റി കാണാം, നല്ല രസമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് സെറ്റാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ ഏലക്ക നമുക്ക് ഇതുപോലെ കൈവച്ച് പറിച്ച് തിന്നാവുന്നതാണ് കേട്ടോ. ഇതിനകത്ത് കണ്ടോ, ഇത് അത്യാവശ്യം പഴുത്തിട്ടുണ്ടോ അറിയില്ല, പഴുത്തല്ല കേട്ടോ. പക്ഷേ നമുക്ക് ഇതുപോലെ കട്ടിച്ച് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അത് ഞാൻ ട്രക്കിങ്ങിന് പോയപ്പോൾ കഴിച്ചായിരുന്നു, നല്ലതായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ റിസോർട്ടിൽ. ഇത് കുറച്ചേ പഴുത്തതുള്ളൂ. നമ്മൾ പഴുത്തതാണ് കളിച്ചത്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം. ഓടുന്ന നല്ല രസമാണ് കേട്ടോ. അഡ്വഞ്ചറിനൊക്കെ നല്ലതാണ്. ഇത് ഞാൻ കളിച്ചുകൊണ്ട് ചാടിത്തുള്ളിയൊക്കെയാണ് പോയത്. നല്ല രസമായിരുന്നു. അവിടെ നല്ല അഡ്വഞ്ചറിനുള്ള എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു തണുപ്പില്ലാത്ത ഏരിയ ഉണ്ട്, അത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നടക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. തണുപ്പ് ഇല്ലാത്തപ്പോൾ നമുക്ക് പിന്നെ സിമ്പിളാണല്ലോ. രാവിലെ ട്രക്കിങ്ങിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു തേയില ഇത് ഒക്കെ. പിന്നെ ഇത് നമ്മുടെ റിസോർട്ടിനകത്ത് തന്നെയാണ്. വേണ്ട നിറച്ച് നല്ല ആംബിയൻസാണ്. വാഷ് ബേസിനൊക്കെ പുറത്താണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു അടിപൊളിയാണ്. ഇതുണ്ട്, ഈ പൂ നല്ല രസമുണ്ടായിരുന്നു ഈ കാണാനായിട്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഫുള്ള് ചെടികളുണ്ട്, നിറഞ്ഞൊരു റിസോർട്ടാണ്. ഇവിടെ ഫുള്ള് ലൈറ്റ് ഇടും, അപ്പോൾ കാണാൻ നല്ല രസമാണ്. റിസോർട്ടിൻ്റെ പേര് വരുന്നത് ക്ലൈംബിംഗ് റിസോർട്ട് എന്നാണ്. ആയിരുന്നു ഞങ്ങളുടെ ഇന്നലത്തെ ക്യാമ്പ് ഫയർ. ഞങ്ങളെല്ലാം കൂടെ കിടന്ന് കഴിച്ചാണ്. ബാർബിക്യൂ ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് മുകളിലത്തെ വേറൊരു ക്വാർട്ടേഴ്സല്ല, ഒരു റിസോർട്ടിൻ്റെ ഒരു റൂം, അതായത് ഒരു ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ കിടന്ന് കളിച്ചത്. അതിനകത്ത് തന്നെ കുറേ ബെഡ്റൂംസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആയിരുന്നു അവർ ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ ഒരുക്കി തന്നത്. നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇനി നമ്മളെ സ്ഥലങ്ങൾ ആണ് മൂന്നാർ. ഇതൊക്കെ കണ്ണൻദേവൻ ഹിൽസിലെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇത് ഫുള്ള് തേയിലാണ്. ആ മല ഉണ്ടോ, ഇനി നമ്മൾ ആ മല ചുറ്റിക്കറങ്ങണം. അതൊക്കെയാണ് നമ്മുടെ ഇനിയിപ്പോഴത്തെ പ്ലാന്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ തണുപ്പ് അധികം ഇല്ല. ഇവിടെ ഓരോരുത്തർ ഇതുണ്ട്, പശുവിനെയൊക്കെ മേയ്ക്കാൻ കൊണ്ടുവരും. അതൊക്കെ കണ്ടോ, അവിടെ ഫുള്ള് റിസോർട്ടുകളാണ്. ഇവിടെ റിസോർട്ടുകളെ കൊണ്ട് കൂമ്പാരടിങ്ങിയിരിക്കുന്ന ഫുൾ റിസോർട്ടാണ്. ഇവിടെ വഴിയരികിൽ ഇറങ്ങി ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് കണ്ടു, ഇവിടെ നല്ല രസമായിരുന്നു. നമ്മൾ എവിടെ ഇറങ്ങട്ടെ നോക്കി ഇരിക്കുകയാണ്. ഇതെന്നാ നമ്മൾ ഇറങ്ങിയേക്കാണ്. ഇവിടെ ഇവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമുണ്ട്. നോക്കി അടിപൊളി. ഏറ്റവും മണ്ടയിലാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ മണ്ടയിലോട്ടും കുറച്ചുകൂടെ ഉണ്ട്. ഇതുപോലെ ഉണ്ടോ, താഴെ ഫുള്ള് ഇങ്ങനെ തട്ടായിട്ട് വളർത്തുന്നതാണ് ഇതൊക്കെ ഇവർ. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് മുകളിലോട്ട് നോക്കി, അത് അവിടെ കുറച്ചേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു 2 ലെയറെങ്കിലും കാണും, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മണ്ടയിലോട്ട് അവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. ആ സൈഡിൽ നല്ലോണം മഞ്ഞ് കൂടി കിടക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് കുറേ ദൂരം പോകാനുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ യാത്ര കുറച്ച് കൂടുതലാണ്.
പക്ഷെ സ്ഥലങ്ങൾ അത് വേറെ ലെവലാണ്. ഇവിടെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. ഇതൊക്കെ ഇവിടുത്തെ കടകളാണ് കേട്ടോ. അതായത് ഈ മൂന്നാർ ടൗണാണിത്. ഈ ടൗണിലെ കടകളാണ് ഇതൊക്കെ. ഞങ്ങൾ കുറേ നാളത്തിന് ശേഷമാണ് ഈ മൂന്നാർ വരുന്നത്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. സെറ്റായിരുന്നു. ഇത് മൂന്നാർ ടൗണിലാണ് നമ്മളിപ്പോൾ ഈ ഉള്ളത്. ഇനി കുറേ പോയാലേ നമ്മൾ എത്തത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു കടയിൽ ഇറങ്ങണം, കഴിക്കണം, എന്നിട്ട് വേണം ബാക്കി യാത്രയൊക്കെ പോകാനായിട്ട്. ഇതുണ്ട് ഇവിടുത്തെ പമ്പ്സൊക്കെയാണിത്. പമ്പിൻ്റെ മുകളിലോട്ട് മൊത്തം തേയിലാണ് കേട്ടോ. ഇപ്പോഴും ഇവിടെ നിറച്ച് ഈ ഫോട്ടോ കൊള്ളാവോ? ഞാൻ എടുത്ത ഫോട്ടോ ആണ്. ഫോട്ടോ ഇല്ല, ഒരു വീഡിയോ ആണ്. എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടി. നല്ല രസമായിരുന്നു. അവിടെ ഒരു കുരിശിൻ്റെ പള്ളിയായിരുന്നു. ഇവിടെ കുറേ അങ്ങനെ പള്ളി അങ്ങനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ വന്നാൽ. പക്ഷേ ഇവിടെ തേയില എവിടെ തിരിഞ്ഞാലും നമുക്ക് തേയില കാണാൻ പറ്റും. നമുക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹെയർ പിൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മഞ്ഞായി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പും കുറച്ച് കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എവിടെ തിരിഞ്ഞാലും തേയിലാണ്. ഇപ്പം നമ്മളുള്ളത് ടോപ്പ് സ്റ്റേഷനിലാണ്. അപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയാണ്. കുറേ പർച്ചേസിങ്ങിനുണ്ട്. അവിടെ ഒരു വലിയ മല ഉണ്ട്. അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം മാത്രമല്ല, പിന്നെ ഒരു ഡാം ഉണ്ട്. അവിടെ നമുക്ക് എൻ്റെ ക്ലിപ്പ് കിട്ടിയില്ല. പിന്നെ നമ്മൾ ലേക്കിലും പോയായിരുന്നു. അത് ക്ലിപ്സ് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടി കയറിയിട്ടുണ്ട്. എല്ലാവരും അടിപൊളി വൈബാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. കഴിക്കാതെ പോകാൻ പറ്റത്തില്ല. എത്തുമ്പോൾ തന്നെ 2 മണിയൊക്കെ ആവും. ഇവിടെ എല്ലാവരും ഉണ്ട്. നല്ല രസമാണ്. ഞങ്ങൾ റോഡിൽ ഇറങ്ങി ഡാൻസ് ചെയ്തായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അതിൻ്റെ ക്ലിപ്സ് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഇന്ന് ഇത്രയുള്ളപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ പോകണം. അപ്പോൾ എല്ലാവർക്കും ബൈ.